ഭഗവാൻ ശിവന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സതി പിതാവ് നടത്തുന്ന യാഗത്തിൽ ക്ഷണിക്കപ്പെടാതെ പോയി അവിടെ വെച്ച് സ്വന്തം ഭർത്താവിനെ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ശിവനെ അപമാനിക്കുന്നത് കേട്ട് ആ മനസ്സ് തകർന്നുപോയി. ആ വേദന സഹിക്കാനാവാതെ മാതാ സതി അഗ്നിയിലേക്ക് നടന്നിറങ്ങുകയും അവളുടെ ജീവൻ അവസാനിപ്പിക്കുകയും ചെയ്തു. ആ വിവരം അറിഞ്ഞപ്പോൾ കൈലാസത്തിൽ ശിവഭഗവാന്റെ ഹൃദയം നുറുങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവൾ, ലോകത്തിൽ ഏറ്റവും സ്നേഹിച്ചിരുന്നവൾ ഇനിയില്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തെ ഭ്രാന്തനാക്കി. അഗ്നിയിൽ വെന്തുരുകിയ സതി മാതാവിന്റെ ശരീരം തന്റെ കൈകളിലെടുത്ത് അദ്ദേഹം വിങ്ങിപ്പൊട്ടി. ആ കണ്ണുകളിൽ നിന്ന് അടങ്ങാനാവാത്ത ദുഃഖം കണ്ണുനീരായി ഒഴുകി. മാതാ സതിയുടെ നിശ്ചലമായ മുഖത്തേക്ക് നോക്കി അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ജീവനായ സതി, കണ്ണു തുറക്കൂ. നിന്റെ ഈ കണ്ണുകൾ എന്നെ നോക്കിയില്ലെങ്കിൽ ഈ ലോകം എനിക്ക് വെറും ശൂന്യതയാണ്. ഒരു വാക്ക് എന്നോട് പറയൂ പ്രിയേ. സതി മാതാവിന്റെ മറുപടിയില്ലാത്ത നിശബ്ദത ശിവഭഗവാന്റെ ഹൃദയത്തെ കീറി മുറിച്ചു. ആ വേദനയിൽ അദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോഴേക്കും ആ ദുഃഖം ഭ്രാന്തമായ കോപമായി മാറി. ആ വേദന താങ്ങാനാവാതെ ഭഗവാൻ ശിവൻ ഭീകരമായ താണ്ഡവ നൃത്തം തുടങ്ങി. നൃത്തത്തിൽ ഭൂമിയും ആകാശവും ദേവന്മാരും എല്ലാ ജീവജാലങ്ങളും വിറച്ചു. അദ്ദേഹത്തിന്റെ ഈ ദുഃഖം ലോകത്തെ മുഴുവൻ നശിപ്പിക്കുമോ എന്ന് അവർ ഭയന്നു. ആ സമയം ലോകത്തെ രക്ഷിക്കാൻ മഹാവിഷ്ണു അവിടെയെത്തി. ഭഗവാൻ ശിവന്റെ ദുഃഖം മാറ്റാൻ ഒരു വഴിയും കാണാതെ നാരായണൻ തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് മാതാ സതിയുടെ ശരീരത്തെ പല ഭാഗങ്ങളായി വേർപെടുത്തുകയും അതെല്ലാം ഭൂമിയുടെ പല ഭാഗങ്ങളിൽ വീണു. എന്നിട്ടും ഭഗവാൻ ശിവന്റെ വേദന മാറിയില്ല. സതി സതി എന്ന് നിലവിളിച്ചുകൊണ്ട് ആ ദുഃഖിതനായ ഭർത്താവ് ലോകം മുഴുവൻ അലഞ്ഞു നടന്നു.